നമസ്കാരം. അടുത്ത മാസം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു സാംസണിനോ വിജയ് ഹസാരെ ട്രോഫിയിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന വിദർഭ ക്യാപ്റ്റൻ കരുൺ നായർക്കോ ഇടം നേടാനായില്ല. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറും ചേർന്നാണ് ടീം പ്രഖ്യാപനം നടത്തിയത്. ഋഷഭ് പന്താണ് ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ. KL രാഹുലും ടീമിൽ വിക്കറ്റ് കീപ്പറായുണ്ട്. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ. പേസർ മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തി. ശനിയാഴ്ച രാവിലെ സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നാണ് 15-അംഗ ടീം സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തിയത്. വിരാട് കോഹ്ലി സ്ഥാനം നിലനിർത്തിയപ്പോൾ ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാൾ ഇടം കണ്ടെത്തി. മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി അർഷ്ദീപ് സിംഗ് പകരം ടീമിലെത്തി. സെലക്ഷൻ കമ്മിറ്റി യോഗം നീണ്ടുപോയതോടെ 12:30 തീരുമാനിച്ചിരുന്ന വാർത്താ സമ്മേളനം 3 മണിയോടെയാണ് ആരംഭിച്ചത്. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, KL രാഹുൽ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി ടീമിലുണ്ട്. ഇതേ ടീം തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരായ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയും കളിക്കുക. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന 3 ഏകദിനങ്ങളിലും ഈ ടീം തന്നെ കളിക്കും. ആശങ്കകൾക്ക് വിരാമമിട്ട് ജസ്പ്രീത് ബുംറയും ഇന്ത്യൻ ടീമിൽ ഇടം കണ്ടെത്തി.